പാഠം 779. ഒരു ഭയങ്കര തട്ടിക്കൊണ്ടുപോകൽ. ഞാൻ ഇറങ്ങുക. മോനട്ടാ, ഞാനിന്ന് വരാൻ കുറച്ച് വൈകുവേ. മഹാലക്ഷ്മി ഫിനാൻസിലെ വിജയകുമാർ സാറിനെ രാവിലെ 8:30 പോയി കാണാന്ന് ഞാൻ പറഞ്ഞതാ. പോവാൻ പറ്റില്ലല്ലോ. ഇനി വൈകിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം ഒന്ന് പോയി കാണാൻ. കൊള്ളാം. രാവിലെ 8:30 കാണാമെന്ന് പറഞ്ഞ കക്ഷിയെ വൈകുന്നേരം 5 മണിക്ക് പോയി കാണാം. നിന്റെ കൃത്യനിഷ്ഠ ആഭാരം. കൃത്യനിഷ്ഠയിലായതുകൊണ്ടാണോ മോനട്ടാ? രാവിലെ ഇവിടെ എനിക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ, അതെല്ലാം ഞാൻ വിചാരിച്ചോടെ തീർന്നില്ല, അതുകൊണ്ടല്ലേ. ഇതൊന്നും ഒരു ന്യായമല്ല ഭാമേ. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായി വേണ്ടത് കൃത്യനിഷ്ഠയാണ്. ഒരു കാര്യം ഒരു പ്രത്യേക സമയത്ത് ചെയ്തു കൊടുക്കാം അല്ലെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചെയ്തു തീർത്തിരിക്കണം. നീ എന്നെ കണ്ടു നോക്ക്. എല്ലാ ദിവസവും രാവിലെ 9:38 ഞാൻ ഇവിടെ ഇറങ്ങുന്നത്. ഒരിക്കൽ പോലും ആ ചിട്ട ഞാൻ മാറ്റാറില്ല. പക്ഷേ ഇത്രയും കാലം എന്റെ കൂടെ കഴിഞ്ഞിട്ടും നിനക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടിയില്ല എന്നുള്ളതാണ് എന്റെ അത്ഭുതം. അതത്ര വലിയ ഗുണമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആളുകൾക്ക് കൃത്യനിഷ്ഠയൊക്കെ നല്ലതാണ്, പക്ഷെ മോഹനേട്ടനെ പോലെ മിനിറ്റ് സെക്കൻഡ് വെച്ച് കൃത്യനിഷ്ഠ കൊണ്ടു നടക്കുന്നുണ്ട് ഗുണത്തെക്കാട്ടിലും ദോഷമേ ഉണ്ടാവുള്ളൂ. മോഹനേട്ടാ, അമിതമായാൽ അമൃതും വിഷം എന്ന് മോഹനേട്ടൻ കേട്ടിട്ടില്ലേ? ഇല്ല. ഇവിടുത്തെ കാര്യം അങ്ങനെയാണ്. കൃത്യനിഷ്ഠ അമിതമായി പോയിട്ടുണ്ടെങ്കിൽ പ്രാന്താവും, പ്രാന്ത്. കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് മലയാളത്തിലൊരു ചൊല്ലുണ്ട്. നിനക്ക് നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കൃത്യനിഷ്ഠ പാലിക്കാൻ പറ്റിയിട്ടില്ല. നീ നോക്കുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളിലും കൃത്യനിഷ്ഠ പാലിക്കും. സ്വാഭാവികമായും നിനക്ക് എന്നോട് അസൂയ തോന്നും. നിനക്കില്ലാത്ത ഗുണങ്ങൾ എനിക്കുണ്ട് എന്നുള്ള കാര്യം സമ്മതിക്കാനുള്ള മടി കൊണ്ട് തന്നെ നീ പറയും മനുഷ്യന് കൃത്യനിഷ്ഠ ആവശ്യമില്ലല്ലോ എന്ന്. മോഹനേട്ടൻ ഇവിടുത്തെ പ്രസംഗം നിർത്തി വളരെ കൃത്യനിഷ്ഠയോടെ പോയി ആ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സമയം കൊണ്ട് മോഹനേട്ടനെ കൊണ്ടുപോകാനുള്ള ഉച്ചയൂണ് ഞാൻ വളരെ കൃത്യനിഷ്ഠതയോടെ ഈ ചുറ്റുപാത്രത്തിലാക്കും. അപ്പൊ പിന്നെ 9:38 തന്നെ മോഹനേട്ടന് വളരെ കൃത്യനിഷ്ഠതയോടെ ഓഫീസിൽ പോകാനും സാധിക്കും. പോയിക്കോ. ഹലോ, മോഹനകൃഷ്ണ സാറിന്റെ വീടല്ലേ? അതെ, കെ മോഹനകൃഷ്ണ സാറാണ്. സാറേ, എന്റെ പേര് ഷാജി എന്നാണ്. എന്താണ് ഷാജി കാര്യം? എനിക്ക് സാറിനെ കണ്ട് ഒരു സംശയം ചോദിക്കാനുണ്ട്. സാറ് കൃത്യം 9:38 വീട്ടിൽ നിന്ന് ഇറങ്ങാറുള്ളത്? അതെ, അത് ഷാജിക്ക് എങ്ങനെ അറിയാം? അത് നാട്ടുകാർക്ക് അറിയാവുന്നല്ലേ. കൃത്യനിഷ്ഠയിൽ സാറിനെ തോൽപ്പിക്കാൻ ആർക്കാ കഴിയുക? സാർ എല്ലാ ദിവസവും 9:49 ബഷീറിന്റെ തടിമിലിനടുത്തുള്ള വളവിലെത്തുന്നത്. ഞാൻ ആ സമയത്ത് അവിടെ ഒന്ന് കാത്തു നിൽക്കാം. കാത്തിക്കുന്ന കുഴപ്പമില്ല. പക്ഷേ നമ്മൾ തമ്മിൽ അവിടെ വെച്ച് പരമാവധി 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് മാത്രമേ സംസാരിക്കൂ. അതിൽ കൂടുതൽ സംസാരിച്ചാൽ ഞാൻ ആഫീസിലെത്താൻ വൈകും. എനിക്ക് 1 മിനിറ്റിന്റെ ആവശ്യമില്ല സാറേ, 30 സെക്കൻഡ് തന്നെ ധാരാളം. ആഹാ, എന്നാ പിന്നെ കുഴപ്പമില്ല. 9:49 നമ്മൾ തമ്മിൽ കണ്ടിരിക്കും. പൊന്നപ്പാ, വരമോ? അയാള് വീട്ടിൽ നിന്നും പറഞ്ഞതുപോലെ 9:38 ഇറങ്ങും. കൃത്യം 9:49 ആവുമ്പോ ഇവിടെ എത്തണം. ഞാൻ പറഞ്ഞു തന്നേക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു സംശയവും തോന്നാതെ ഒക്കെ വണ്ടിയിലിട്ടേക്കണം. നാട്ടുകാരെങ്കിലും കണ്ടാലോ? നാട്ടുകാർ കാണാതെ ചെയ്യണം. അയാൾ നമ്മുടെ കസ്റ്റഡിയിലാണെന്ന് നാട്ടുകാർ അറിയുമ്പോ നമ്മൾ രക്ഷപ്പെട്ടിരിക്കണം. കുറച്ചു മുമ്പ് നീ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, അധികമായാൽ അമൃതും വിഷമാണ്. അപ്പോ ഞാൻ തിരിച്ചൊരു പഴഞ്ചൊല്ല് പറഞ്ഞു, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന്. ഇപ്പൊ എനിക്ക് പറയാനുള്ളത് മറ്റൊരു പഴഞ്ചൊല്ലാണ്.
മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന്. അയ്യേ, ആ പഴഞ്ചൊല്ലിന് ഇപ്പൊ ഇവിടെ എന്താ പ്രസക്തി? പറയാം. ആ, ഒരല്പം മുൻപേ ഞാൻ കൃത്യനിഷ്ഠയെ പറ്റി പറഞ്ഞപ്പോ നീ പറഞ്ഞു കൃത്യനിഷ്ഠ എന്ന് പറയുന്ന വലിയ കാര്യമേ അല്ല എന്ന്. അത് കഴിഞ്ഞ് നീ പറഞ്ഞു ജീവിതത്തിൽ കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളുകൾക്ക് ഭ്രാന്താണ് എന്ന്. ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല. നീ പറഞ്ഞ അങ്ങനെ തന്നെയാ. പക്ഷേ നിനക്ക് എന്നെ ഒരു വിലയുമില്ലെങ്കിലും നാട്ടുകാർക്കെല്ലാം മോഹനൻ സാർ എന്ന് പറഞ്ഞാൽ വലിയ വിലയാണ്, ബഹുമാനമാണ്. ഇപ്പൊ ഫോൺ ചെയ്തയാൾ എന്നോട് ചോദിച്ചതെന്ന് അറിയാമോ? ആ, സാർ 9:38 തന്നെയല്ലേ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് എന്ന്. അതായത് എന്റെ കൃത്യനിഷ്ഠയെ പറ്റി നാട്ടുകാർക്കെല്ലാം അറിയാം എന്ന്. അതെങ്ങനെയാണ് മോഹനട്ട് അറിയാതിരിക്കുക? പോകുന്ന വഴി ഇവിടെ പോകുന്ന വഴി കാണുന്ന സകലരോടും ഞാൻ ഭയങ്കര കൃത്യനിഷ്ഠക്കാരനാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് 9:32 ഞാൻ ഓഫീസിലെത്തിയപ്പോഴാന്നറിയോ 9:55 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ലേ. അതുകൊണ്ടല്ല, ഓ, ഞാൻ ഓഫീസിൽ പോകുന്ന സമയം നോക്കി വീട്ടിലെ ക്ലോക്കും കയ്യിലെ വാച്ചും ശരിയാക്കുന്ന എത്രയോ പേരുണ്ടെന്ന് നിനക്കറിയാമോ? ഞാൻ വീടിന് മുന്നിലൂടെ കടന്നു പോകുന്ന സമയം നോക്കി ഭക്ഷണം കഴിക്കുന്നവരും ഓഫീസിൽ പോകുന്നവരും വരെ ഉണ്ട്. ഇപ്പൊ ഫോൺ ചെയ്ത ആൾ ചോദിച്ച എന്താണെന്ന് അറിയാമോ? സാർ കൃത്യം 9:49 ആകുമ്പോൾ ബഷീറിന്റെ തടിമലിന്റെ അടുത്ത് എത്തുമായിരിക്കുമല്ലോ അല്ലേ? അതെന്തിനാണാവോ മോഹനേട്ടാ? അയാൾക്ക് എന്നെ കണ്ട് എന്തോ സംസാരിക്കാനുണ്ട്. വില്ലേജ് ഓഫീസിലേക്കുള്ള വരവ് ഒഴിവാക്കാനായി അയാൾ വഴിയിൽ കാത്തു നിൽക്കുകയാണ്. അയാൾ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തുന്ന സമയം അദ്ദേഹത്തിന് ഇപ്പോഴേ കൃത്യമായി അറിയാം. അതെന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാ? മോഹനൻ സാറ് ഒരു കൃത്യനിഷ്ഠക്കാരനായതുകൊണ്ട്. ശരിയേ, ഒക്കെ ഞാൻ സമ്മതിച്ചു. കൃത്യനിഷ്ഠയോടെ 6235 അരിമണികളുമായിട്ട് ചോറ്റുപാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മോഹനേട്ടനായിട്ട് കൊണ്ടുപോവോ അതോ കൃത്യനിഷ്ഠതയോടെ ഞാനിത് കൊണ്ടുപോയിട്ട് ബാഗിനകത്ത് വെക്കണോ? ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് നിന്റെ സഹായം വേണ്ട. കൃത്യനിഷ്ഠയില്ലാത്ത നിന്റെ സഹായം ചോദിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അതിനെ തകർത്ത് ചാടുന്ന. മോഹനേട്ടന്റെ ഒടുക്കത്തെ കൃത്യനിഷ്ഠ കൊണ്ട് സഹിയിടുമ്പോ ഒരു ദിവസം ഞാൻ കിണറ്റിലേക്ക് ചാടും. അന്ന് മോഹനേട്ടൻ ജയിലിലും പോവും. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച കുറ്റത്തിനെ. അങ്ങനെ ഉണ്ടായാൽ ഞാൻ വളരെ സന്തോഷത്തോടെ ജയിലിൽ പോയി കിടക്കും. ആഹാ, അഹങ്കാരി. അത് കൊള്ളാലോ. രണ്ടും പറയാതെ വിട്ടത് ശരിയാവില്ലല്ലോ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നു കഴിയുമ്പോ കൂരായണ എന്നൊരു ചൊല്ലുണ്ട്. മോളുടെ അത് കേട്ടിട്ടുണ്ടോ? ആ പഴഞ്ചൊല്ലിന് ഇവിടെ എന്താ പ്രസക്തി? പറഞ്ഞു തരാം. ഞാൻ രാവിലെ 6 മണിക്ക് അടുക്കളയിൽ കയറി ചോറും കറിയും വെച്ചത് കൊണ്ടാണ് മോഹനേട്ടന്റെ കയ്യിലിരിക്കുന്ന ഈ ചോറ്റുപാത്രത്തിനകത്ത് ഊണുണ്ടായത്. ഞാൻ രാവിലെ മുതൽ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് അരമണിക്കൂർ മുന്നേ മോഹനേട്ടൻ മൂക്കോ മുട്ടെ ഇഡ്ഡലി സാമ്പാർ കഴിച്ചത്. ഇതിനിടയിൽ നേരമുണ്ടാക്കി ഞാൻ തേച്ച് വെച്ച ഷർട്ട് മുണ്ടുമാണ് അങ്ങ് ഇപ്പോൾ ഇട്ടുകൊണ്ട് നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മോഹനേട്ടന് വേണ്ടുന്ന സകല കാര്യങ്ങളും ഞാൻ ചെയ്തു തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു നാണവും ഇല്ലാതെ മോഹനേട്ടന് ആ സഹായങ്ങളൊക്കെ 2 കൈയിൽ നീട്ടി അങ്ങ് വാങ്ങിയേ. മോഹനേട്ടന് ആവശ്യമെല്ലാം കഴിഞ്ഞ് ഈ പാപ്പീസ് പോകാൻ ഇറങ്ങുമ്പോൾ എന്നിട്ട് എന്നെ ചീത്ത വിളിക്കലും. ഇതിനെപ്പറ്റി എന്താ മോഹനേട്ടൻ ഞാൻ വിളിക്കേണ്ടത്? ഞാൻ നിന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. കൃത്യനിഷ്ഠ എന്ന നല്ല ഗുണം ശീലിക്കണം എന്ന് ഉപദേശിക്കുകയായിരുന്നു. എനിക്ക് കൃത്യനിഷ്ഠ ഇല്ലെങ്കിൽ അതിന് കാരണക്കാരൻ മോഹനേട്ടൻ ഒറ്റൊരാളാണ്. രാവിലെ 8:30 മണിക്ക് വിജയകുമാർ സാറിനെ കാണാൻ ചെല്ലാന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അങ്ങനെ 8:30 ഞാൻ അവിടെ എത്തണമെങ്കിലേ 7:30 ഞാൻ ഇവിടുന്ന് ഇറങ്ങണം. അങ്ങനെ 7:30 ഞാൻ ഇറങ്ങിയിരുന്നെങ്കിൽ മോഹനേട്ടന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് സമയനിഷ്ഠ പാലിക്കാൻ പറ്റാതിരിക്കുന്നത് മോഹനേട്ടൻ ഒറ്റൊരാള് കാരണോ? അത് കൊള്ളാം. ഇപ്പൊ വാദി പ്രതിയായി. നിന്നെ പോലുള്ള വക്കീലന്മാർ കേസ് വാദിക്കുമ്പോ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് നേരാ. പക്ഷേ മോഹനേട്ടൻ സാറിന്റെ അടുത്ത് ഇതൊന്നും നടക്കില്ല. ഞാൻ സത്യസന്ധമായിട്ട് മോഹനേട്ടനോട് ഒരു കാര്യം പറയട്ടെ. എനിക്ക് മോഹനേട്ടൻ അത്രയും കൃത്യനിഷ്ഠയില്ല എന്നുള്ള കാര്യമൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷേ മോഹനേട്ടനെ പോലെ ഒരു കാട്ടുപോത്തനെ ഞാൻ സഹിക്കുന്നില്ലേ. അതിനുള്ള കഴിവ് ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ. എനിക്ക് മാത്രം. മോഹനേട്ടൻ ഇത്രയും കാലം സഹിച്ച് എനിക്ക്
സമാധാനത്തിലുള്ള നോബൽ സമ്മാനം തരണം. നീ ഈ പറഞ്ഞ വിവരക്കേട് ആരെങ്കിലും വിശ്വസിക്കും ഭാമേ? എന്നെ പോലെ മാന്യനും സത്യസന്ധനുമായ ഒരാളെ ഭർത്താവായി കിട്ടിയത് നിന്റെ മഹാഭാഗ്യമാണ്. വക്കീലേ, ആ നമസ്കാരം സാറേ. സാർ ഓഫീസിലോട്ട് ഇറങ്ങിയല്ലേ? ഓ, മണി കൃത്യം 9:38 ആയല്ലോ. അപ്പൊ പിന്നെ സാറ് ഇറങ്ങിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കൃത്യനിഷ്ഠയുടെ വിലയറിയാവുന്ന എന്നെ പോലെ ഒരാൾ അങ്ങനെയല്ലേ ചെയ്യൂ ഉത്തമ. പക്ഷേ ഇപ്പോ ഉത്തമൻ കാണാൻ വന്നത് ഈ വക്കീലിനാണല്ലോ. അതെ, അതെ. നമസ്കാരം. ഇവൾക്ക് കൃത്യനിഷ്ഠ എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയില്ല. എന്താ ഉത്തമ കാര്യം? ആ പിന്നെ വക്കീലെ, ഞാൻ വന്നതേ വന്ന കാര്യം പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഉത്തമ. ഇവളുടെ ഒരു കക്ഷിയാണ് മഹാലക്ഷ്മി ഫിനാൻസിലെ വിജയകുമാർ എന്നൊരാൾ. അയാൾ ഇവളെ വിളിച്ച് ഇന്ന് രാവിലെ 8:30 ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഇവൾ അത് സമ്മതിച്ചു. പക്ഷേ ഇവൾ ആ കാര്യം മറന്നുപോയി. ഇപ്പൊ പറയുകയാണ് വൈകിട്ട് 5:30 കാണാമെന്ന്. ഏതോ ഒരു കേസിന്റെ കാര്യത്തിനായിരിക്കണമല്ലോ അയാൾ ഇവളെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക. രാവിലെ 8:30 കാണണമെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് 5:30 കാണുന്ന ഇവള് ആ കേസ് ഏൽപ്പിച്ച ആ കേസിന്റെ അവസ്ഥ എന്താവും? ഉത്തമനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുക, വക്കാലത്ത് ഒപ്പിട്ട് കൊടുക്കുന്നതിന് മുമ്പ് പലവട്ടം ആലോചിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഉത്തമന്റെ ആ കക്ഷിയോടൊന്ന് പറഞ്ഞേക്കണം. ഓ ഇറങ്ങുന്ന രാവിലെ എന്തോ കാര്യമായ തർക്കം നടന്നിട്ടുണ്ടല്ലോ വക്കീലെ, എന്താണ്? സംഭവം ഉത്തമനെ നോക്കിച്ചു നോക്കൂ ഉത്തമ. തലയിൽ ക്ലോക്കുമായി നടക്കുന്ന മോഹനേട്ടനെ പോലെ സെക്കൻഡ് എണ്ണി സമയം പാലിക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? അതിനിടയിൽ ഏതൊരു ദുഷ്ടൻ ഫോൺ വിളിച്ച് മോഹനേട്ടന്റെ കൃത്യനിഷ്ഠയെ കാര്യമായിട്ട് അങ്ങ് പുകഴ്ത്തി. അയാൾക്ക് മോഹനേട്ടനെ കൂടെ എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടാവും. പക്ഷെ ആ പുകഴ്ത്തൽ എനിക്ക് പാരേ. ആ അതുപാട്ട് ഉത്തമമാണ് ഞാൻ പറ. ഒരു തരക്കേടില്ലാത്ത കേസ് വന്നിട്ടുണ്ട് വക്കീലെ. അയാളെ കാണാനില്ലല്ലോ ബോസ്. ഇനി നമ്മളെ പറഞ്ഞു പറ്റിച്ചായിരിക്കോ? വ്യത്യസ്തം പറയാതെ വില്ലേജ് ഓഫീസർ കെ മോഹനേഷ് സാറ് ഒരിക്കൽ പോലും വൈകില്ല. പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് അയാൾ വന്നിരിക്കും. അയാളെ തട്ടിക്കൊണ്ടുപോയിട്ട് നമ്മൾ എന്താണ് ബോസ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ ഇതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി എന്നെ ക്ഷമയെ പരീക്ഷിക്കരുത്. ദാ വരുന്നു മോഹനേഷ് സാർ. എന്റെ അമ്മോ, കൃത്യ സമയം. അതാണ് കെ മോഹനേഷ് സാർ. ക്ലോറോഫോം റെഡിയാണല്ലോ? റെഡി. ഞാൻ അയാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ നീ കാര്യം സാധിച്ചോളണം. ഓക്കെ ബോസ്. നമസ്കാരം സാർ, ഞാനാണ് ഷാജി. ഓ, ഫോൺ വിളിച്ചയാൾ? അതെ അതെ, സാറ് പറഞ്ഞ സമയത്ത് തന്നെ കൃത്യമായി എത്തി. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ വൈകില്ല, ഒരു മിനിറ്റ് പോലും. എന്താണ് ഷാജിക്ക് വേണ്ടത്? അത് ഞാനൊരു ഗുണ്ടയാണ് സാർ. ചെമ്പൻ ഷാജി എന്ന് പറയും. ബോംബെ അധോലോകത്തെ പറ്റി സാറ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അവിടുത്തെ അടവുകൾ പഠിച്ചിട്ട് വന്നതാണ് ഞാൻ. ഓ, കളരിപ്പയിലായിരിക്കും സാമർഥ്യം. അങ്ങനെ ഒന്നുമില്ല, എന്ത് തരം കിഡ്നാപ്പും ഞാൻ ചെയ്യും. ഇപ്പൊ ഞാൻ വന്നത് സാറിനെ തട്ടിക്കൊണ്ടു പോവാനാ. ശരി ബോസ്. കേട്ടോ അങ്ങോട്ട്. മണി 10 ആയല്ലോ കാഞ്ഞന സാറേ. മോനേഷ് സാറിനെ കണ്ടില്ലല്ലോ. അത് ശരിയാണല്ലോ. സാർ താലൂക്ക് ഓഫീസിൽ പോകുന്ന കാര്യം വല്ലതും പറഞ്ഞിരുന്നോ? ഒന്നും പറഞ്ഞില്ലല്ലോ. സാധാരണ കൃത്യം 9:55 എത്തുന്നില്ലേ മോനേഷ് സാറ്? ശശിപാലൻ ചേട്ടാ,
സാർ ഇതുവരെ വന്നില്ലല്ലോ. പ്രഭാകരൻ ചേട്ടന്റെ ഭൂമി അളക്കാൻ പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച പോകുമെന്നാ പറഞ്ഞത്. വേറെ ഒരു പരിപാടി ഏറ്റിട്ടുമില്ല. പിന്നെ സാർ ഇത് എവിടെ പോയതാ? ഇനി വല്ല അസുഖമായിരിക്കോ? അസുഖമാണെങ്കിൽ സാർ ഇങ്ങോട്ട് വിളിച്ച് പറയാതിരിക്കോ? അതൊന്നും അല്ല കാര്യം. എന്തായാലും അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്ക് ശിശുപാലൻ ചേട്ടാ. ഇനി സാറിനെ കാണാതിരുന്നിട്ട് നമ്മൾ അങ്ങോട്ട് വിളിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. വിളിക്ക്. അത് ശരിയാ, വിളിച്ച് നോക്കിയേട്ടാ. ഹലോ. വക്കീലെ, ഇത് ഞാനാ, ശശിപാലൻ. ആ, എന്താ ശിശുപാലൻ ചേട്ടാ? അല്ല, സാറ് ഇതുവരെ വരാത്തോണ്ട് വിളിച്ചതാ. ഇന്ന് ലീവോ മറ്റാണോ? വന്നില്ല ഇതുവരെയായിട്ടും. മോഹനന്റെ ഓഫീസിലേക്ക് പോകുന്നല്ലോ. ഇങ്ങോട്ട് വന്നില്ല. സാധാരണ 9:55 എത്തുന്ന സാറേ, ഇന്ന് 10:30 ആയിട്ട് എത്താത്തോണ്ടാ ഞാൻ വിളിച്ചത്. മോഹനേട്ടൻ എന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെയാണല്ലോ ഇവിടുന്ന് ഇറങ്ങിയത്. ഇനി താലൂക്ക് ഓഫീസിലേക്കെല്ലാം പോയിട്ടുണ്ടാവോ? അറിയില്ല. താലൂക്ക് ഓഫീസ് പോകുന്ന കാര്യമൊന്നും സാറ് പറഞ്ഞിട്ടില്ല. ഇപ്പോ എന്തെങ്കിലും അത്യാവശ്യം പെട്ടെന്നുണ്ടായി താലൂക്ക് ഓഫീസ് പോയോ ഒന്നും അറിയില്ല. എന്തായാലും ഉടനെ വരുമായിരിക്കും. വരുമ്പം ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയണേ ശിശുപാലൻ ചേട്ടാ. പറയാൻ വയ്ക്കില്ലേ? ദൈവമേ, മോഹനേട്ടൻ എവിടെ പോയി? എന്നോട് പറയാതെ എവിടെയും പോവാറില്ലല്ലോ. ഒരു മൊബൈൽ വാങ്ങിക്കൊണ്ട് നടക്കാൻ പറഞ്ഞ അതും കേൾക്കില്ല. എന്റെ താവളത്തിലാ നിങ്ങളിപ്പോ. നിങ്ങളാരാ? ഞാൻ ചെമ്പൻ ഷാജി. നിങ്ങൾ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ആവുന്നതിന് മുമ്പ് ഈ നാട് വിറപ്പിച്ച ഗുണ്ടയാണ് ഞാൻ. പക്ഷെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ 10 വർഷമായി ഞാൻ ബോംബെയിലായിരുന്നു. ബോംബെ അധോലോകത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ദാവൂദ് ഇബ്രാഹിം, ചോട്ടാ രാജൻ, വരദരാജ മൗലിയർ എന്നിവരെ കുറിച്ചൊന്നും കേട്ടിട്ടില്ല? ഇല്ല. ശരി. മോഹൻലാൽ അഭിനയിച്ച ആര്യൻ സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ സിനിമ കാണാറില്ല. നിങ്ങളിപ്പോ എന്നെന്തിനാ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഓഹോ, എന്നെ ഭയപ്പെടുത്തി വല്ല പോക്കർ ജയിക്കാനോ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ശരിയാക്കാനാണെങ്കിൽ ശരി, നടക്കൂല. ഞാൻ ചെയ്യില്ല. ഞങ്ങൾക്ക് വേണ്ടത് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അല്ല, കാശ. എന്റെ കയ്യിൽ ഒരു 60 രൂപ ഉണ്ട്, അത് മതിയോ? ഒരാ ആളുകളെ തട്ടിക്കൊണ്ടുവന്ന് അവരുടെ വീട്ടുകാരോട് പണം വാങ്ങുന്ന ഒരു ഭീകര സംഘടനയാണ് ഞങ്ങളുടേത്. 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലർ ഇങ്ങനെ ചെയ്തെന്ന് കേട്ടിട്ടുണ്ടോ? ശത്രുക്കളെ തട്ടിക്കൊണ്ടുവന്ന് അവരുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ഹിറ്റ്ലർ വാങ്ങിയിട്ടുണ്ട്. ഒടുവിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തായിരുന്നു. ഹിറ്റ്ലർ അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ഉത്തരവാദിത്തപ്പെടില്ല ഓഫീസറാ. എനിക്ക് വല്ലതും പറ്റിയ സർക്കാർ ഞങ്ങളെ വെറുതെ വിടില്ല, നോക്കിയോ? സർക്കാർ ഞങ്ങൾക്ക് പുല്ലാണ്. ബോസ്, ഇയാളോട് സംസാരിച്ച് സമയം കളയാതെ എത്രയും വേഗം ഇയാളുടെ വീട്ടുകാരെ വിളിക്കേ. എന്നിട്ട് വേഗം പണം വാങ്ങി നമുക്ക് രക്ഷപ്പെടാം. ഹലോ. അഡ്വക്കേറ്റ് സത്യഭാമയല്ലേ? അതെ. ഞാൻ ചെമ്പൻ ഷാജി. ആര്? ചെമ്പൻ ഷാജി. അതാരാ? എന്നെ അറിയാത്തവർ ഈ നാട്ടിൽ കുറവാ. 8-10 കൊല്ലം മുമ്പ് ഈ നാട് വിറപ്പിച്ച ഒരു ഭയങ്കരനാ ഞാൻ. പിന്നീട് കുറച്ചു കാലം ജയിലിലായിരുന്നു. അത് കഴിഞ്ഞ് ട്രെയിനിങ്ങിനായിട്ട് ബോംബെ അധോലോകത്തിലായിരുന്നു. തിരിച്ചു വന്നിട്ടിപ്പോ ഒരാഴ്ചയായിട്ടുള്ളൂ. കേസിന്റെ കാര്യം വല്ലതുമാണെങ്കിൽ വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. എനിക്ക് കുറച്ച് തിരക്കുണ്ട്.
കേസിന്റെ കാര്യം തന്നെയാ. ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസ്. ശ്ശേ, നാളെ രാവിലെ വക്കീലാഫീസിലേക്ക് വരൂ. ഇല്ല, ഞാൻ ഒരിടത്തും വരില്ല. നിങ്ങളുടെ ഭർത്താവിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം. എന്താ? നിങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ കസ്റ്റഡിയില. അയാളെ ജീവനോടെ വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കണം. എന്താ ഡിമാൻഡ്? അത് ഞാൻ അറിയിക്കാം. കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്ക് എന്റെ ഒരു ഫോൺ കോൾ പ്രതീക്ഷിക്കാം. അതിനിടയിൽ ഇക്കാര്യം പോലീസിനെയോ മറ്റാരെയോ അറിയിച്ചാൽ നിങ്ങളുടെ ഭർത്താവിന്റെ കഥ ഞാൻ കഴിക്കും. ഞാൻ ആരെ അറിയിക്കില്ല. അപ്പൊ ശരി, 1 മണിക്കൂറിന് ഞാൻ വിളിക്കാം. മോഹനേട്ടൻ ഇപ്പൊ എവിടെയാ? അതൊക്കെ ഇനി വിളിക്കുമ്പോ പറയാം. ഹലോ ഹലോ, എന്റെ ഈശ്വര, മോഹനേട്ടൻ. ഞാൻ അങ്ങനെ പറഞ്ഞതോടെ MLAക്ക് മനസ്സിലായി എന്നെ അങ്ങനെ ഒന്നും വശത്താക്കാൻ പറ്റില്ല. പുള്ളിക്കാരൻ്റെ അടുത്തൊന്ന് പറഞ്ഞു, പൊന്നു മോഹനകൃഷ്ണ, എന്റെ മാനം രക്ഷിക്കണം. ഈ കാര്യം നടന്നില്ലെങ്കിൽ നാട്ടുകാരനെ അധിക്ഷേപിക്കും. ഞാൻ പറഞ്ഞു, അത് മോഹനകൃഷ്ണ ഒരു പ്രശ്നമല്ല. അഹിംസയ്ക്കും സത്യത്തിനും വേണ്ടി ജീവൻ ബലിയർപ്പിച്ച മഹാത്മാഗാന്ധിയുടെ ശിഷ്യനാണ് ഞാൻ. ഒരു കള്ളവും ഞാൻ ചെയ്യില്ല എന്ന്. എന്നിട്ട് ഞാൻ ഒരു ഒത്തുതീർപ്പിനും തയ്യാറല്ല എന്നറിഞ്ഞതോടെ MLAയുടെ സ്വഭാവം മാറി. എന്റെ ഈ കാല് പിടിക്കാൻ പോലും പുള്ളിക്കാരൻ തയ്യാറായി. സാറിനെ സമ്മതിക്കണം. ഒരു MLAയുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞ സാർ ഒരു സംഭവം തന്നെ കേട്ടോ. സാറിന് ശരിക്കും നമ്മളുടെ മുഖ്യമന്ത്രി ആക്കേണ്ടത്. എന്നെ മുഖ്യമന്ത്രിയാക്കാൻ നോക്കിയിട്ട് കാര്യമില്ല. അതെന്താ? അത് സമ്മതിക്കില്ല. കാരണം മുഖ്യമന്ത്രിയാകാൻ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ വില്ലേജ് ഓഫീസറാകാൻ ആരിയിരിക്കുന്നു? അതിന് മോഹനകൃഷ്ണ സാർ തന്നെ വേണം. അതെ, എന്താ ഇവിടെ പരിപാടി? ഈ സാറൊരു ഭയങ്കര സംഭവം തന്നെ കേട്ടോ. MLA-ട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന്. ബോസ് ഇതുവരെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടോ? ഈ സാറിനെ പോലൊരു ബോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര സംഭവം. ഞാൻ നിങ്ങളുടെ ഭാര്യയെ വിളിച്ചിരുന്നു. നിങ്ങളെ ഞങ്ങൾ തട്ടിക്കൊണ്ടു വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. അവര് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. കുറച്ചു കഴിയുമ്പോ ഞാൻ ഒന്നും കൂടി വിളിച്ചവരോട് പണം ചോദിക്കും. 50 ലക്ഷം രൂപ. എന്താ ചിരിക്കുന്നേ? ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരാളെയാണോ നിങ്ങൾ ബോസ് എന്ന് വിളിക്കുന്നത്? കൈക്കൂലി വാങ്ങാത്ത സത്യസന്ധനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ എങ്ങനെയാ 50 ലക്ഷം രൂപ ഉണ്ടാവുന്നത്? പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ട. സാധാരണ മേഖല ഒരു 6-7 ലക്ഷം രൂപ ഉണ്ടാവും. പക്ഷെ അത് എന്റെ പേരില്ല. അതെങ്ങനെ എടുത്തു തരും ബോസ്? നിങ്ങൾക്ക് ബോസല്ലേ ബോസ്? എന്റെ അക്കൗണ്ടിലെ പണം എടുക്കണമെങ്കിൽ നിങ്ങൾ എന്നെ എടുത്തോണ്ട് ബാങ്കിൽ പോണം. ബാങ്കിൽ പോണം. പണം എന്റെ അക്കൗണ്ടിലല്ലേ? നമുക്ക് ഇയാളെ കൊണ്ട് ബാങ്കിലേക്ക് പോയാലോ? മണ്ടത്തനം പറയരുതേ, പോലീസ് നമ്മളെ പൊക്കില്ലേ? ഇനി എന്ത് ചെയ്യും? ഞാനൊന്ന് ആലോചിക്കട്ടെ. വക്കീലേ, വക്കീലേ, എന്താണ് വക്കീലെ പ്രശ്നം? എന്താ പ്രശ്നം? മോഹനേട്ടനെ ആരോ തട്ടിക്കൊണ്ട് പോയി. തട്ടിക്കൊണ്ട് പോയാ? അതെ, മോഹനേട്ടൻ ഓഫീസിൽ പോയി ഇറങ്ങിയത് ഉത്തമ തന്നെ കണ്ടതല്ലേ? കുറെ കഴിഞ്ഞപ്പോ വില്ലേജ് ഓഫീസിൽ നിന്ന് ശിശുപാലനായിട്ട് വിളിച്ച് മോഹനേട്ടൻ എന്താ വരാത്തതെന്ന് ചോദിച്ചു. അപ്പൊ ഒരു 10:30 ആയിരുന്നു സമയം. ഞാൻ കരുതി ചിലപ്പോ മോഹനേട്ടൻ താലൂക്ക് ഓഫീസിലേക്കല്ലോ പോയിട്ടുണ്ടാവുമെന്ന്. അപ്പോഴാണ് അവന്മാരുടെ വിളി വന്നത്. ആരുടെ? ചെമ്പൻ ഷാജിന്ന് മറ്റാണ് അയാളെ പേര് പറഞ്ഞത്. മോഹനേട്ടൻ അവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞു. അമ്പോ, ചെമ്പൻ ഷാജിയാ? വക്കീലെ, അവൻ ആള് പെശകാണ്. ആണോ? ഓ, വക്കീലിനെ ഷാജി അറിഞ്ഞൂടെ? ഇല്ല. പണ്ട് ഈ ഭാഗത്ത് കിടക്കുന്ന സകല പ്രശ്നങ്ങൾക്കും ഒരു പക്ഷത്ത് അവ ഉണ്ടായിരിക്കും.
ഇടയ്ക്ക് ഈ നാട് വിട്ടു പോയി. എങ്ങോട്ടാണ് പോയെന്ന് ഒരു പിടിയില്ലായിരുന്നു. ഇപ്പൊ അവൻ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്റെ ഈശ്വരാ, മോഹനേട്ടൻ അവരുടെ കയ്യിലുണ്ട്. ആവശ്യങ്ങൾ എന്താന്ന് പിന്നെ വിളിച്ച് പറയാനാ പറഞ്ഞിരിക്കുന്നേ. പോലീസിൽ അറിയിക്കോ പുറത്തിറക്കിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ അവര് ജീവനോട് വെച്ചേക്കില്ലെന്നാ പറഞ്ഞേക്കുന്നേ. ഈശ്വരാ. 1942 ആഗസ്റ്റ് മാസം 8-ാം തീയതി ഗാന്ധിജി ബ്രിട്ടീഷുകാരോട് പറഞ്ഞു, ക്വിറ്റ് ഇന്ത്യ, ഇന്ത്യ വിടുക. മഹാത്മാവിന്റെ ഗർജനം കേട്ട് ബ്രിട്ടീഷുകാർ നടുങ്ങി. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് ഒടുവിൽ ബ്രിട്ടീഷുകാർ സമ്മതിച്ചു. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിയ രാത്രിയിൽ ഗാന്ധിജി എവിടെയായിരുന്നു? കൽക്കട്ടയിൽ. 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുങ്ങിക്കിടന്ന കൽക്കട്ടയിൽ ഗാന്ധിജി നിരാഹാരമിരുന്നു. താൻ കൂടി കഷ്ടപ്പെട്ട് സമ്പാദിച്ച സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം ആഘോഷിക്കാതെ മറ്റൊരു നിരാഹാര സമരം. ഗാന്ധിജിയെ സമ്മതിക്കണം. തീർച്ചയായും. ആയുധങ്ങൾ കൊണ്ട് ലോകത്തെ കീഴടക്കിയിട്ടുണ്ട് പലരും. അലക്സാണ്ടർ, ജൂലിയസ് സീസർ, നെപ്പോളിയൻ, അശോകൻ, വിക്രമാദിത്യൻ. പക്ഷേ അഹിംസ എന്ന ഒറ്റ ആയുധം കൊണ്ട് ലോകത്തെ മുഴുവൻ കീഴടക്കി കളഞ്ഞു. ആര്? ഗാന്ധിജി. എന്താ ഇവിടെ? ബോസ്, ഈ കഥ വല്ലതും കേട്ടിട്ടുണ്ടോ? ഈ സാറിനെ പരിചയപ്പെട്ടത് വളരെ നന്നായി. സാറിന് അറിവില്ലാത്ത ഒരു കാര്യം ഈ ലോകത്തില്ല. എടാ, അതിനല്ലല്ലോ നമ്മളിവിടെ വന്നത്. സഹോദര, നിങ്ങൾ കൂടി അടുത്തേക്ക് വരൂ. നമുക്ക് ഇന്ത്യ ചരിത്രത്തെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. വരൂ. സാറേ, ബോസ് പറ. സാറ് പറ. പക്കൽ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഈ ചെമ്പൻ ഷാജി എന്ന് പറഞ്ഞ ആള് പെശകാണ്. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. എന്ത് ചെയ്യാനാണ് ഉത്തമ? ചെയ്യേണ്ടത് പോലീസിൽ അറിയിക്കാന്നുള്ളതാണ്. പക്ഷെ പോലീസിൽ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവര് മോഹനേട്ടനെ ഉപദ്രവിച്ചാലോ? ഒന്നുകൂടെ വിളിക്കാന്ന് പറഞ്ഞിട്ട് നേരെ ഒത്തിരി ആയില്ലേ വക്കീലെ? ഇതുവരെ അവര് വിളിച്ചില്ലല്ലോ. ഇനിയും നമ്മൾ നോക്കിയിരിക്കുന്നത് അബദ്ധം തന്നെയാണ്. പോലീസിൽ അറിയിച്ച ശരിയാവില്ല ഉത്തമ. ഈ ഭാഗത്തൊക്കെ ചിലപ്പോ അവരുടെ ആളുകളുണ്ടായിരിക്കും. പോലീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലാവില്ലേ? നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലും അവർ കാര്യം അറിയും. എന്തായാലും തൽക്കാലം നമുക്ക് പോലീസിൽ അറിയിക്കണ്ട. അവര് വിളിക്കട്ടെ, എന്നിട്ട് എന്താ വേണ്ടത് ആലോചിക്കാം. ഉത്തമ, ഇറക്കി വിടണം അങ്ങോട്ട്. ഉത്തമ. അയ്യോ, സാറല്ലേ ഇത്? അനിയ, നഷ്ടമായി പോയില്ല. എന്താ ഉണ്ടായത്? മോഹനേട്ടനെ തട്ടിക്കൊണ്ട് പോയെന്ന് പറഞ്ഞ് എന്നെ ഒരാൾ ഫോൺ ചെയ്തിരുന്നു. ചെമ്പൻ ഷാജി. പോലീസിൽ അറിയിക്കാരെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ഞാനത് പേടിച്ചു പോയി. ആരാ മോഹനേട്ട? അവര് എന്തിനാ അവര് മോഹനേട്ടനെ പിടിച്ചോണ്ട് പോയത്? എന്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട് എന്നുള്ള സത്യം അവർക്കറിയാം. അത് തട്ടിയെടുക്കാൻ വേണ്ടി ചെയ്തതാ. കാശിനു വേണ്ടി ആളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘമാണ്. അല്ല സാറേ, അവര് സാറിനെ തിരിച്ചോണ്ട് വിട്ടെന്തിന്? സാറ് പൈസ തന്നെ കൊടുത്താ? അവർ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ നാട്ടുകാർ മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു വില്ലേജ് ഓഫീസറാണല്ലോ. അവർക്ക് എന്റെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ പറ്റുമോ? ഈ കള്ളമാർക്കാ ഉത്തമ, മനുഷ്യ മനസ്സിനെ ആഴത്തിൽ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമാണത്. എന്റെ ഉപദേശങ്ങൾ കേട്ടപ്പോൾ അവരുടെ മനസ്സ് മാറിയിട്ടുണ്ടാവും. ഞാൻ പറയുന്ന കഥകൾ കേട്ട് അവർക്ക് എന്നോട് ബഹുമാനം തോന്നി. ഞാൻ ഒരു സത്യസന്ധനായ വില്ലേജ് ഓഫീസറാണല്ലോ.
എന്തായാലും സമയം ഇത്രയായില്ലേ? മോഹനേട്ടൻ ഇന്ന് ഉച്ചവരെ ലീവ് എടുക്ക. ഉച്ചയൂണ് നമുക്ക് ഒരുമിച്ച് കഴിച്ചിട്ട് മോഹനേട്ടൻ ആഫീസിൽ പോയാൽ മതി. സാറേ, സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അങ്ങനെ ചോദിച്ചാൽ അത് എനിക്ക് മനസ്സിലായില്ല. ഹലോ, വക്കീലല്ലേ? അതെ. ഞാനാ വക്കീലേ, ചെമ്പ ഷാജി. എന്റെ പൊന്നു വക്കീലെ, ഞാൻ ഈ പരിപാടി തുടങ്ങിയിട്ട് ഒരുപാട് വർഷമായി. 10 കൊല്ലം മുമ്പ് ഈ പ്രദേശത്തെ സകല കൊട്ടേഷൻ എനിക്കായിരുന്നു. നാട്ടുകാരെന്റെ പേര് കേട്ടാൽ ഞെട്ടി പറിക്കുമായിരുന്നു. പിന്നെ എന്നെ പോലീസ് പിടിച്ചു. പല കേസുകളിലായി ഞാൻ 4-5 വർഷം ജയിലിൽ കിടന്നു. അത് കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി മുങ്ങി. അങ്ങനെയാണ് ഞാൻ ബോംബെയിലെത്തിയത്. ബോംബെ അധോലോകത്തിൽ വെച്ചാണ് ഞാൻ തട്ടിക്കൊണ്ടുപോകലിൽ വിദഗ്ധനായത്. എത്രയോ പേരെ ഞാൻ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു. എത്രയോ ലക്ഷം രൂപ ഞാൻ നേടിയിരിക്കുന്നു. സത്യത്തിൽ ബോംബെ അധോലോകം ചെമ്പൻ ഷാജി എന്ന പേര് കേട്ട ഞെട്ടി വിറയ്ക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ തട്ടിക്കൊണ്ടുപോയതുപോലത്തെ ഒരു സാധനത്തെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. എനിക്ക് വക്കീലിനോട് വേറൊന്നും ചോദിക്കാനില്ല. അതിനെ ഇത്രയും കാലം എങ്ങനെ സഹിച്ചത്? ഇനിയിപ്പോ 1 കോടി രൂപ തരാന്ന് പറഞ്ഞാലും ആ വസ്തുവിനെ 10 മിനിറ്റ് പോലും സഹിക്കാൻ വയ്യാത്തോണ്ടാ അവിടെ കൊണ്ടുവിട്ടത്. ഏതായാലും വക്കീലിനെ സമ്മതിക്കണം. 4-5 വർഷം അങ്ങേരെ കൂടെ സഹിച്ച് ജീവിച്ച വക്കീലിനെ ഇനി ഈ ജന്മം ഒരപകടവും വരാനില്ല. കായംകുളം കൊച്ചുണ്ടിയാണ് സത്യം. ആരായിരുന്നു? നീ എന്താ ഫോണിൽ തിരിച്ചെന്ന് പറയായിരുന്നത്? തിരിച്ചെന്ത് പറയാനാ? ഒന്നും പറയാനുണ്ടായിരുന്നില്ല. മോനേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മോനേട്ട വേറൊന്നും വിചാരിക്കില്ലേ? എന്താണ്? രാവിലെ ഞാൻ പറഞ്ഞില്ലേ, മോഹനേട്ടനെ സഹിക്കുന്ന എനിക്ക് സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം തരണമെന്ന്. അപ്പൊ മോഹനേട്ടൻ പറഞ്ഞു, മോഹനേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ്. അത് ഓർമ്മയുണ്ട്? ഓർമ്മയുണ്ട്. മോഹനേട്ടൻ പറഞ്ഞതാ ശരി. മോഹനേട്ടൻ ഒരു സംഭവം തന്നെയാണ്. മോഹനേട്ടനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെയാ. എപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അത്. നാട് വിറപ്പിക്കുന്ന ചട്ടമ്പിക്ക് പോലും ഈ വില്ലേജ് ഓഫീസറെ കുറച്ചധികം സമയം സഹിക്കാനാവില്ലെന്നതാണ് സത്യം. അപ്പോൾ ഈ പാവം വക്കീൽ കഴിഞ്ഞ 5-6 കൊല്ലമായി എന്തുമാത്രം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തിട്ടുണ്ടാകുമെന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ വിചിത്ര സത്യം വില്ലേജ് ഓഫീസർക്ക് ഇനിയെങ്കിലും ബോധ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് വിടാം.